മഹാപുരുഷന്മാരുടെ കഥ പറയുന്ന ഇതിഹാസമാണ് മഹാഭാരതം. എന്നാൽ സ്ത്രീ കഥാപാത്രങ്ങളും കുറവല്ല. പാണ്ഡവ സഹോദരന്മാരിൽ മൂന്നാമനാണ് അർജുനൻ, പാണ്ഡവരുടെ പക്ഷത്തെ ഏറ്റവും വലിയ യോദ്ധാവ്. അർജുനന്റെ ഭാര്യമാരിൽ ഒരാളാണ് ചിത്രാംഗത. മഹാഭാരതത്തിലെ അർജുന വനവാസ പർവ്വത്തിലാണ് ചിത്രാംഗതയുടെ കഥയുള്ളത്. മഹാഭാരതത്തിൽ പല കഥകളിലൊന്നായി പറഞ്ഞു പോകുന്ന ഈ കഥയ്ക്ക് വ്യാപ്തി നൽകിയത് വിഖ്യാത കവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ചിത്ര എന്ന നാടകമാണ്. ഇന്ദ്രപ്രസ്ഥത്തിൽ യുധിഷ്ഠിരനും ദ്രൗപദിയും പാർക്കുന്ന വീട്ടിലേക്ക് ശപഥം തെറ്റിച്ച് കടന്നു ചെല്ലേണ്ട സാഹചര്യം അർജുനൻ ഉണ്ടാകുന്നു. തുടർന്ന് ശപഥത്തിൽ പറഞ്ഞ പ്രകാരം അർജുനന് 12 വർഷം ഇന്ദ്രപ്രസ്ഥം വിട്ടുനിൽക്കേണ്ട അവസ്ഥ വരുന്നു. ഇക്കാലയളവിൽ ഇതുവരെ പോകാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ അർജുനന് യാത്ര നടത്തേണ്ടി വരുന്നു. ഇത്തരമൊരു യാത്രയിൽ അദ്ദേഹം മണിപുരം എന്ന സ്ഥലത്തെത്തി. ചിത്രവാഹനൻ എന്ന രാജാവായിരുന്നു അന്ന് മണിപുരം ഭരിച്ചിരുന്നത്. ചിത്രവാഹന രാജാവിന് ആൺമക്കളില്ലായിരുന്നു. ചിത്രാംഗത എന്ന പുത്രിയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഒരു യോദ്ധാവായിട്ടായിരുന്നു ചിത്രവാഹനൻ ചിത്രാംഗതയെ വളർത്തിയിരുന്നത്. അസ്ത്രവിദ്യയും വാൾപ്പയറ്റും കുതിരയോട്ടവും എല്ലാം അറിയുന്ന ചിത്രാംഗത വേട്ടയിലും മറ്റ് സാഹസികതകളിലൊക്കെ നിപുണയായിരുന്നു. മണിപുരത്തിന്റെ സൈന്യാധിപയും ചിത്രാംഗത തന്നെയായിരുന്നു. പുരുഷവേഷം കെട്ടിയാണ് ചിത്രാംഗത നടന്നിരുന്നത്. ആടയാഭരണങ്ങൾ അണിയാനോ ചമയങ്ങൾ കൊണ്ട് ശരീരത്തെ അലങ്കരിക്കാനോ ഒന്നും അവൾക്ക് താല്പര്യമില്ലായിരുന്നു.